അപ്പോൾ യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെയാ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. അധിക നികുതി ഭാരമില്ലാത്ത ജനപ്രിയ ബജറ്റാണ് തയ്യാറാക്കുന്നതെന്നാണ് വിവരം. കിഫ്ബിയുടെ ഘടനയും സാമ്പത്തിക മാതൃകയും അടിമുടി പൊളിച്ചു പണിയാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ വരുന്നു. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അനുരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. അനുരു, ഗുഡ് മോർണിംഗ്. നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ബജറ്റ് അവതരണം തുടങ്ങുമായിരിക്കും. സഭയിൽ മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ യു.ഡി.എഫ് സർക്കാരിന്റെ ഈ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തിയ യു.ഡി.എഫ് സർക്കാരിന്റെ കന്നി ബജറ്റാണ്. ഒരുപാട് പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമെന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നും ഒരുപാട് ജനപ്രിയമായിരിക്കുമെന്നും ഒക്കെ കരുതപ്പെടുന്ന ഒരു ബജറ്റാണ്. അപ്പോൾ നിലവിൽ വരുന്ന സൂചനകളൊക്കെ അനുസരിച്ച് നാളത്തെ ബജറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അനുരു? അനുരു, നാളെ ഈ ഞാൻ ചോദിച്ചത് അനുരു കേട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ബജറ്റ് അവതരണമാണ് നാളെ. അതായത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരണം, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബജറ്റ് പ്രതീക്ഷകൾ? സേതു, സദ്ഭരണം സഹാനുഭൂതി എന്ന ടാഗ് ലൈനോട് കൂടിയാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ഒരുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അന്തിമ മിനുക്കുപണികളിലാണ്. ഇന്ന് രാത്രിയോടുകൂടി ബഡ്ജറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് ഗവൺമെൻറ് പ്രസ്സിലേക്ക് പ്രിൻറ്റിങ്ങിന് നൽകും. പുലർച്ചയോടുകൂടി പ്രിൻറ്റിങ്ങുകൾ പൂർത്തിയാക്കി രാവിലെയോടുകൂടി ഈ ബഡ്ജറ്റിൻ്റെ ഹാർഡ് കോപ്പികൾ നിയമസഭയിൽ എത്തിക്കും. എന്തായാലും ഈ വിഷയത്തിൽ വളരെ മുന്നിലേക്ക് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ പോകുന്നത്. മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ധനമന്ത്രിയായിരുന്നു കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ആളാണ് വി.ഡി. സതീശൻ. 1960-62 കാലഘട്ടത്തിൽ ശങ്കറായിരുന്നു ആദ്യം ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി. പിന്നീട് 2016 കെ.എം. മാണി രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിനുള്ള മൂന്നാമത്തെ ആൾ, മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ആളാണ് വി.ഡി. സതീശൻ. ഈ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഈ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ കിഫ്ബിയുടെ ഒരു പൊളിച്ചെഴുത്താണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. കാരണം ഈ 10 വർഷത്തിനിടയിൽ 56,000 കോടിയുടെ ബാധ്യതയാണ് കിഫ്ബി വഴി സംസ്ഥാനത്തിനുണ്ടായത് എന്നുള്ളതാണ് ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിവർഷം 4,000 കോടിയോളം രൂപ കിഫ്ബിക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാക്കി എന്നുള്ളതാണ് ധവളപത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന നികുതി ഇനത്തിലും ഇന്ധന സെസ്സിലും നൽകിയിരുന്ന ഈ പ്രതിവർഷം 4,000 കോടി രൂപയോളം ഇനിയുള്ളത് സംസ്ഥാന ഖജനാവിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടികളും അല്ലെങ്കിൽ ഈ പറയുന്ന കിഫ്ബിയുടെ ഘടനയും സാമ്പത്തിക ക്രമങ്ങളും പൊളിച്ചെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരിക്കും വി.ഡി. സതീശൻ നാളെ അവതരിപ്പിക്കുക. മറ്റൊന്ന്, സിൽവർ ലൈന് പകരം ഒരു മറ്റൊരു ബദൽ അതിവേഗ റെയിൽപാത ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ പറയുന്ന വികസന പദ്ധതികൾക്കും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി വലിയ ഒരു പണം കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായിട്ട് വി.ഡി. സതീശൻ്റെ സ്വപ്ന പദ്ധതിയായ തുറമുഖ നഗരവും അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ടുള്ള തുറമുഖ ഹബ്ബ് വികസനങ്ങൾക്കായിട്ടുള്ള പദ്ധതികൾക്കായി പണം അനുവദിച്ചേക്കും. അതുപോലെ തന്നെ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഏവിയേഷൻ ഹബ്ബിൻ്റെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ടും അതിനായിട്ടുള്ള പണം അനുവദിച്ചേക്കും. മറ്റൊന്ന്, നമുക്കറിയാം ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. KSRTCയിൽ ഓർഡിനറി ബസ്സുകളിൽ നിലവിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. ഇതിനായിട്ടുള്ള പണം ബഡ്ജറ്റിൽ വകയിരുത്തിയേക്കും. പ്രതിവർഷം 800 കോടി രൂപയാണ് ഈ കാര്യത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പണം അനുവദിച്ചിരിക്കും. കൂടാതെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് 1,000 രൂപ പ്രതിമാസം അതിനുള്ള പണം അനുവദിച്ചേക്കും. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസിന് പണം ബഡ്ജറ്റിൽ വകയിരുത്തും. കൂടാതെ ക്ഷേമ പെൻഷൻ 3,000 രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് യു.ഡി.എഫ് സർക്കാരിൻ്റെ വാഗ്ദാനം. അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുമോ അതോ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കൂടാതെ സാംസ്കാരിക മേഖലകളിലേക്കും കായിക മേഖലകളിലേക്കും ഒക്കെ ഫണ്ട് അനുവദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ചലച്ചിത്രമേളയ്ക്കായി സ്ഥിരം വേദി എന്നുള്ള നിലയിൽ ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് അടക്കം സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ കരുതലോടുകൂടിയും അതിജീവനത്തിൻ്റെയും ഒരു ബഡ്ജറ്റ് തന്നെയാണ് യു.ഡി.എഫ് സർക്കാർ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചെയ്തു. ഓക്കെ അനുരു, ശരി.